അങ്ങയുടെ ആത്മാവ് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ അടിയന്റെ നാവിനോടുകൂടി ഇരിക്കണമേ. പ്രാർത്ഥനകളുടെ കൃപകൾക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ നമ്മൾ ഇപ്രകാരം വായിച്ചു: സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലിയിലും ഇങ്ങനെ ഇരുട്ടിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. ഇരുളിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന ഉയർത്തുന്ന എന്റെ കർത്താവ് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, യേശു കർത്താവിന്റെ കാൽപാദങ്ങൾ ആ കടലിനടുത്തേക്ക് പതിഞ്ഞ സമയത്ത്, കടൽ തീരത്ത് കടന്നു വന്ന സമയത്ത് ഇരുളിരിക്കുന്ന ആ ജനം വലിയൊരു വെളിച്ചം കാണുവാൻ ഇടയായി തീർന്നു. ഒരുപാട് ഗോത്രങ്ങളുണ്ട്, പ്രത്യേകമായിട്ട് 12 ഗോത്രങ്ങളുള്ളപ്പോൾ 2 ഗോത്രങ്ങളുടെ പേര് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ പിന്നീട് ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. കർത്താവിന്റെ ജനനത്തിന് 750 വർഷങ്ങൾക്ക് മുൻപ് ഈ ഗോത്രത്തോട് പ്രവാചകൻ പ്രവചിച്ചിരുന്നു. ഹല്ലേലൂയ. കടല് കടന്ന് ഒരുവൻ നിന്റെ ഇരുള് മാറ്റാനായിട്ട് കടന്നു വരും. എത്ര പേര് വിശ്വസിക്കും ഇന്ന് രാത്രി കാലം എന്റെ ജീവിതത്തിന് ഇരുള് മാറുവാൻ തക്കവണ്ണം, എന്റെ ജീവിതത്തിലെ പ്രതികൂലം മാറുവാൻ തക്കവണ്ണം എന്റെ യേശു കർത്താവിന്റെ കാൽപാദങ്ങൾ എന്റെ ഭവനത്തിനകത്ത്, എന്റെ ജീവിതത്തിനകത്ത് കടന്നു വരും. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവിനെ പൂർണ്ണമായിട്ട് അറിയുന്നവന്റെ ജീവിതത്തിൽ ഇരുളിരിക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആരൊക്കെ നമ്മൾ ഇരുളാക്കാൻ നോക്കിയാലും, ആരൊക്കെ നമ്മളെ ഒതുക്കുവാൻ നോക്കിയാലും, ഒരു സത്യ വെളിച്ചം എന്റെ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ തകർക്കുവാനും ഒതുക്കുവാനും ആർക്കും കഴിയത്തില്ലെന്ന് ഈ സത്യവേദ പുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മോട് വിളിച്ചു പറയുകയാണ്. വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഈ സെബൂലൂൻ ഗോത്രം, നഫ്താലി ഗോത്രം എന്ന് പറയുമ്പോൾ അവരാരാണ്? വളരെ വേഗം അതിന്റെ പശ്ചാത്തലം മാത്രം പറഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. ഞാൻ ആ വാക്യം ഇപ്രകാരം വായിക്കുന്നു: റാഹേലിന്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് 2ാമതൊരു മകനെ പ്രസവിച്ചു. ഞാൻ എന്റെ സഹോദരനോട് വലിയൊരു പോർ പൊരുതി ജയിച്ചും ഇരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞാണ് നഫ്താലി എന്ന് പേരിട്ടു. നമുക്കറിയാം യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ആ പശ്ചാത്തലമൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് റാഹേലിനെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ് തനിക്ക് കിട്ടിയത് ലേയാണ്. പക്ഷെ കുഴപ്പമില്ല, പിന്നീട് താൻ റാഹേലിനെ വീണ്ടെടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് റാഹേലിന് മക്കളില്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. യാക്കോബിന് ഇഷ്ടമില്ലാത്ത ഭാര്യയായിരുന്ന ലേയ്ക്ക് മക്കൾ ജനിക്കുമ്പോൾ റാഹേലിന് മക്കളില്ല. ആ കാലഘട്ടം നാം പഠിക്കുമ്പോൾ മക്കളില്ലാത്ത സഹോദരിമാരെ വളരെ നിന്ദിക്കപ്പെട്ടവരെ കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ അവൾ വളരെ ഭാരപ്പെട്ടുവെങ്കിലും അവൾ ഇപ്രകാരം ഒരു കാര്യം തീരുമാനിച്ചു. അവളുടെ ദാസിയെ യാക്കോബിന് ഭാര്യയായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ തന്നെ ദാസിയായ ബിൽഹായെ യാക്കോബിന് ഭാര്യയായിട്ട് കൊടുക്കുമ്പോൾ ആ ബിൽഹ പ്രസവിച്ച 2ാമത്തെ മകനാണ് നഫ്താലി എന്ന് പറയുന്നത്. തനിപ്രകാരമാണ് റാഹേൽ പറയുന്നത്: ഞാൻ എന്റെ സഹോദരിയോട് ഒരു പോർ പൊരുതി ജയിച്ചു. ഹല്ലേലൂയ സ്തോത്രം. എന്റെ സഹോദരിക്ക് തലമുറകളുണ്ട്, എനിക്ക് തലമുറ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇല്ലാത്തതിനെ പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കിയവരുടെ നടുവിൽ എന്റെ കർത്താവ് എനിക്ക് പൊരുതേണ്ടതിന്, എനിക്ക് ജയിക്കേണ്ടതിന് ഒരു മകനെ തന്നുവെന്ന് പറഞ്ഞ് പോർ പൊരുതി എന്ന് പറഞ്ഞുകൊണ്ട് അവന് നഫ്താലി എന്ന് പേരിടുവാനിടയായിരുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമുക്ക് എന്തെങ്കിലും ഇല്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും കളിയാക്കിയാൽ സർവ്വത്തെ നിറയ്ക്കുവാൻ കഴിവുള്ള തമ്പുരാന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്റെ ദൈവം നമ്മളെ മാനിക്കുവാനിടയാത്തരും. ഹല്ലേലൂയ സ്തോത്രം. അവൾ ഇങ്ങനെ പറയുകയാണ്: ഒരു പോർ പൊരുതി ഞാൻ ജയിച്ചു. നമുക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയത്തില്ല, പക്ഷേ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ഒരു പോർ പൊരുതുമ്പോൾ തമ്പുരാൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ അതിനെ ജയിക്കാനുള്ള ദൈവകൃപ കർത്താവ് നമുക്ക് തരും. ദൈവമക്കളെ, നമ്മുടെ മാനുഷികമായ കഴിവ് കൊണ്ട് പലതും നേടാൻ കഴിയാതെ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സകലവും ദൈവം നമുക്ക് സാധ്യമാക്കി തരുവാനിടയായി തീരും. അതുകൊണ്ടാണ് ദാവീദിനെ കുറിച്ച് പറയുന്നത്, അവൻ സുനേത്രനാണ്, കോമള രൂപിയാണ്, നല്ല നിറമുള്ളവന് പവിഴ നിറമുണ്ട്. അവസാനം ഇങ്ങനെ പറയുന്നു: യഹോവയും അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം എന്റെ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരൊക്കെ പൊരുതുവാൻ വന്നാലും ആ യുദ്ധം വലിയവനായ ദൈവം ഏറ്റെടുത്ത് നടത്തുവാൻ തക്കണമിടയാത്തിരും. അങ്ങനെ ദാസിക്ക് ജനിച്ച മകനാണ് നഫ്താലി എന്ന് പറയുന്നത്. ഈ പേരിന്റെ അർത്ഥം പോർ പൊരുതി ജയിച്ചവൻ എന്നാണ്. അങ്ങനെ പോർ പൊരുതി ജയിച്ചതായ നഫ്താലിയെ കുറിച്ച് വളരെ വ്യക്തമായി പറയുമ്പോൾ അത് സെബൂലൂൻ ഗോത്രത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം തന്നെ 30-ാം അധ്യായം അതിന്റെ 20-ാം വാക്യമാണ് സെബൂലൂനെ കുറിച്ച് പറയുന്നത്. അതിങ്ങനെയാണ്: ലേയ പിന്നെയും ഗർഭം ധരിച്ചു യാക്കോബിന് 6ാമതൊരു മകനെ പ്രസവിച്ചു. അപ്പോൾ റാഹേലിന് മക്കളില്ലാതെ ഇരിക്കുമ്പോൾ ലേയ്ക്ക് 6 ആൺമക്കളാണ്. അതിൽ 6ാമത്തെ ആൺമകനാണ് സെബൂലൂൻ എന്ന് പറഞ്ഞത്. അവൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ദൈവം എനിക്കൊരു നല്ല ദാനം തന്നിരിക്കുന്നു, ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നോടുകൂടെ വസിക്കും. ഞാൻ അവൻ 6 മക്കളെ പ്രസവിച്ചുവല്ലെന്ന് ലേയ പറഞ്ഞ് അവന് സെബൂലൂൻ എന്ന് പേരിടുവാൻ തക്കോണം ഇടയായത്. സെബൂലൂൻ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടിച്ചേർക്കുന്നവൻ എന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. അവൾ പറയുന്ന ഇപ്രകാരമാണ്: എനിക്ക് 6 മക്കളെ ദൈവം തന്നു, ഈ 6ാമത്തെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴെങ്കിലും എന്റെ ഭർത്താവ് എന്നോട് കൂടെ ചേരുമെന്ന് പറഞ്ഞ് അവന് സെബൂലൂൻ എന്ന് പേരിടുവാൻ ഇടയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. പഴയ നിയമ ചരിത്രം നാം പഠിക്കുമ്പോൾ ഒരു പുരുഷന് 6 ആൺമക്കൾ ഉണ്ടെങ്കിൽ അവൻ പട്ടണത്തിലെ മൂപ്പനായി മാനിക്കപ്പെടുവാൻ ഇടയായിരുന്നു.
ഇടയായതിനും അവൻ പട്ടണത്തിലെ മൂപ്പനെന്ന് അറിയപ്പെടാൻ ഇടയായതിനും അപ്രകാരം ഒരു പരിഗണന അവന് കിട്ടും. അങ്ങനെ സന്തോഷത്തോടെ അവൾ പറയുകയാണ്, എന്റെ ഭർത്താവ് എന്നോട് കൂടെ വസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവന് പേരിടുകയാണ്, സെബൂലൂൻ എന്ന് പേരിടുവാൻ ഇടയായതിനും. ചില പിരിഞ്ഞു നിൽക്കുന്നതിന്റെ മേലെ, മാറി നിൽക്കുന്നതിന്റെ മേലെ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ കാര്യം അവരെ ഒന്നിപ്പിക്കുവാൻ തക്കോണം ഇടയായിത്തീരും. അങ്ങനെ രണ്ട് ഗോത്രങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു. അതിന്റെ പശ്ചാത്തലം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരാൾ ദാസിയുടെ മകനും മറ്റേത് യഥാർത്ഥ ഭാര്യയുടെ മകനും. പക്ഷെ ഈ രണ്ട് ഗോത്രങ്ങളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം ശക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഒരുപാട് യുദ്ധങ്ങളിൽ രണ്ട് ഗോത്രങ്ങൾ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ ഇടയായിത്തീർന്നു. ഒരുപാട് ബൈബിളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ശക്തമായിട്ട് ഗോത്രങ്ങൾ ഉപയോഗിക്കുവാൻ ഇടയായിത്തീർന്നു. എന്തിനേറെ പറയുന്നു, യേശു കർത്താവിന്റെ ഭൂമിയിലെ അവതാരം പോലും ഇവർക്ക് വേണ്ടിയാണെന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുകയാണ്. കർത്താവിന്റെ ശുശ്രൂഷയുടെ ഏറിയ പങ്കി കർത്താവ് ചെലവഴിച്ചത് ഈ സെബൂലൂൻ നഫ്താലി ഗോത്രങ്ങളിൽ പെട്ടതായ കടൽക്കരകളിലാണ്. ഗന്നസരത്ത് തടാകത്തിന്റെ കര, ഗലീലെ നാട്, നഫ്താലിയുടെ പ്രദേശങ്ങളാണ് യേശു കർത്താവിന്റെ കാൽപാദങ്ങൾ പതിയുവാൻ ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ഇരിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ കാൽപാദം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് കഴിയുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ രണ്ട് ഗോത്രമാണ്, ഇവർ ഒരുമിച്ച് ഒരിക്കലും വരാനുള്ള സാധ്യതയില്ല. കാരണമുണ്ട്, ഒരാൾ ദാസിയുടെ മകനാണ്, മറ്റേയാൾ യഥാർത്ഥ ഭാര്യയുടെ മകൻ. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെട്ടപ്പോൾ ഇവരെ രണ്ടുപേരെയും ഒരേ തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് എത്തിക്കുവാൻ തക്കോണം ഇടം. ഇന്ന് രാത്രികാലം കഴിവില്ലെന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ ആത്മാവിൽ ശക്തമായിട്ട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ തക്കോണം ഇടയായിത്തീരും. ദൈവമക്കളെ, ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ട വയനാട്ടിലെ ദുരന്തമൊക്കെ നമ്മൾ വായിക്കും, നമുക്കറിയാം നമ്മളൊന്നും ഒരു യോഗ്യത ഉള്ളവരില്ല. പക്ഷെ കർത്താവിന്റെ സ്നേഹമാണ് സമാധാനത്തോടെ ഈ ഭൂമി കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. നമ്മളെ വിട്ടു പോയവരാരും നമ്മളെക്കാൾ പാപം ചെയ്തവരൊന്നുമല്ല, അവർ അശുദ്ധരൊന്നുമല്ല. പക്ഷെ നമുക്ക് നന്ദിയോടെ പറയാൻ സാധിക്കും, കർത്താവ് ഒരു ദിവസം കൊണ്ട് കർത്താവ് എനിക്ക് തന്നല്ലോ. ഒരു കാര്യം വ്യക്തമായിട്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, എന്തൊക്കെ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, എന്തൊക്കെ കഷ്ടതകൾ കടന്നു വന്നാലും, എന്തൊക്കെ പ്രതിസന്ധിക്കെതിരെ കടന്നു വന്നാലും, നീ കർത്താവിനെ മുറുകെ പിടിക്കുന്നെങ്കിൽ ചില സ്ഥാനങ്ങളിലേക്ക് ദൈവം എന്നെ നിന്നെ ഉയർത്തുവാൻ തക്കോണം ഇടയായിത്തീരും. എത്ര ദാസത്തിന്റെ അനുഭവത്തിലേക്ക് നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, അതെ, എത്രമാത്രം ദാസത്തിന്റെ അനുഭവത്തിലേക്ക് നിങ്ങളെ വിട്ടുകളഞ്ഞാലും, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, നമ്മളെ ഉയർത്തുവാൻ കഴിവുള്ള ദൈവമുണ്ട്. വളർന്നു വരുവാനിടെ യാക്കോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ തനിക്ക് 12 ആൺമക്കളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബിന്റെ അവസാന കാലഘട്ടം അടുക്കുമ്പോൾ ഈ 12 ആൺമക്കളെ അനുഗ്രഹിക്കുന്ന ഭാഗങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഭാഗം നമുക്ക് പെട്ടെന്ന് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം തന്നെ 49-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിന്റെ 13-ാം വാക്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കാണുന്നു, ഈ 12 ആൺമക്കളെ അനുഗ്രഹിക്കുമ്പോൾ അവരോട് ഓരോന്നിനെ സാമ്യപ്പെടുത്തിയാണ് അവരെ അനുഗ്രഹിക്കുന്നത്. പല മൃഗങ്ങളെ സാമ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്, പല വസ്തുക്കളെ സാമ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യോസഫിന്റെ അനുഗ്രഹം തന്നെയാണ്. എന്നാൽ ഇതിന് ഉൽപ്പത്തി പുസ്തകം 49-13 നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം സെബൂലൂനെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നു, സെബൂലൂൻ സമുദ്ര തീരത്ത് വസിക്കും, അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും, അവന്റെ പാർശ്വം സീദോൻ വരെയാകും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ യാക്കോബ് തന്നെ അനുഗ്രഹിച്ച് പറയുന്ന പദപ്രയോഗം ഇപ്രകാരമാണ്, സെബൂലൂനെ നിന്നെ ഞാൻ കൊണ്ടാക്കാൻ പോകുന്ന സ്ഥലം സമുദ്ര തീരമാണ്. നമുക്കറിയാം, സമുദ്രതീരം എന്ന് പറയുമ്പോൾ ഒരുപാട് നന്മകൾ സമുദ്രത്തിനകത്തളങ്ങളിലുണ്ട്, കടലിനകത്തുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോൾ കഴിക്കുന്ന മത്സ്യം തന്നെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമുദ്രത്തിലാണ്. അതുപോലെ അടിത്തട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മുത്തുച്ചിപ്പികൾ, പവിഴപ്പുറ്റുകൾ, ആൽഗകൾ, നമുക്കറിയാത്ത ഒരുപാട് നിക്ഷേപങ്ങളുണ്ട്. മറ്റാർക്കും കൊടുക്കാത്ത അനുഗ്രഹം ഈ സെബൂലൂന്റെ മേല് വലിയവനായ ദൈവ യാക്കോബിലൂടെ പകർന്നു കൊടുക്കുവാനായിട്ട് ഇവനോട് പറയുകയാണ്, നീ പാർക്കാൻ പോകുന്ന സ്ഥലം സമുദ്രദേശമാണ്, അവിടെയാണ് നീ പാർക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, സമുദ്രത്തിന്റെ അടുത്ത് കടൽ തീരത്ത് പാർക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ട്. എപ്പോ വേണമെങ്കിലും കടലിൽ ശോഭിക്കപ്പെടാം, പ്രക്ഷുബ്ധമാകാം, തിരമാലകൾ കടന്നു വരാം, കടലിലെ കാറ്റ് കടന്നു വരാം, എപ്പോ വേണം തിര കയറരുത്. പക്ഷെ അവനോട് പറയുകയാണ്, നീ അവിടെ പാർക്കാല, ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നീ അവിടെ പാർക്കുമ്പോൾ തന്നെ, കപ്പൽ തുറമുഖത്ത് വസിക്കുമ്പോൾ തന്നെ നിന്റെ പാർശ്വം സീദോൻ വരെയാകും. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒരു വ്യാപാരം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നു, ഒരു വ്യാപാരത്തിന്റെ അനുഭവത്തിലേക്ക് അവരായിത്തീരുമെന്നാണ് യാക്കോബ് പ്രവചിക്കുന്നത്. അവരോട് പറയുകയാണ്, ശക്തമായ വ്യാപാരികളായിട്ട് നിങ്ങൾ മാറും, നിങ്ങൾ കടലിലെ സകല നന്മ കൊണ്ട് ഉപജീവിക്കാൻ പോകുന്നു, ഒരുപാട് വ്യാപാരങ്ങൾ ചെയ്യാൻ പോകുന്നുള്ള പ്രവചന ദൂത് യാക്കോബ് തന്റെ മകന്റെ മേൽ പകരുവാൻ ഇടയായിത്തീർന്നു.
മാത്രമല്ല അടുത്ത വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ പാർശ്വം സീദോൻ വരെ. സീദോൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സ്ഥലവുമായിട്ട് ഒരുപാട് മൈൽ ദൂരമുണ്ട്. സീദോനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലുള്ള ഭാഷ പെട്ടെന്ന് പറഞ്ഞാൽ ഇസബേലിന്റെ സ്വന്തം നാടാണ് സീദോൻ. അവിടെയാണ് ദൈവം ഏലിയാവിനോട് പാർക്കാൻ പറഞ്ഞത്. കാരണമുണ്ട്, തന്റെ ഇസബേല് തപ്പി നടക്കുന്ന ശത്രുവാണ് ഏലിയാവ്. അപ്പോൾ തന്നെ ഒരിക്കലും അവളുടെ രാജ്യത്ത് പോയി പാർക്കത്തിൽ നമ്മൾ വിചാരിച്ചുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, നീ അവിടെ പോയി പാർക്കാൻ പറഞ്ഞു. ദൈവത്തിന്റെ പദ്ധതി വളരെ വിചിത്രമാണ് ദൈവമക്കളെ. മോശ വളർന്ന് എവിടെയാണെന്ന് നമുക്കറിയാം അല്ലെ? മോശയെ കൊല്ലാൻ നടന്ന, മോശയെ ഇല്ലാതാക്കാനായിട്ട് പദ്ധതി ഒരുക്കിയ അതേ ഫറവോന്റെ കൊട്ടാരത്തിൽ തമ്പുരാൻ മോശയെ വളർത്തി. ദൈവത്തിന്റെ വ്യക്തമായ പ്ലാൻ നമ്മളെ കുറിച്ചുണ്ട്. ഒരുപക്ഷെ നമ്മൾ താമസിക്കുന്ന സ്ഥലം പ്രതികൂലമുള്ളതാണെങ്കിലും, നമ്മൾ താമസിക്കുന്ന സ്ഥലം പ്രതിസന്ധി ഉള്ളതാണെങ്കിലും, അത് ശത്രുവിന്റെ സിംഹാസനം നിനക്ക് തോന്നിയാലും നിന്നെ ദൈവം അവിടെ പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ വ്യക്തമായ പദ്ധതി എന്റെ കർത്താവിനുണ്ട്. ദൈവാത്മാവ് ശക്തരോടൊക്കെ പറയുകയാണ്, ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എനിക്ക് മാറണമെന്ന് പറഞ്ഞുകൊണ്ട്, ഈ ദേശം വിട്ടു പോകണമെന്ന് പറഞ്ഞുകൊണ്ട്, ഈ വീട് വിട്ടു പോയാൽ മതി എന്ന് പറഞ്ഞ ചിലരോട് ആത്മാവ് ഇടപെടുകയാണ്. ദൈവം നിന്നെ അവിടെ ആക്കിയിരിക്കുന്നത് നിന്നെ നിന്ദിക്കാനാണ്, നിന്നെ മാനിക്കാൻ വേണ്ടി തന്നെയാണ്. ഹല്ലേലൂയ. പലപ്പോഴും പ്രതികൂലം കടന്നു വരുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഇവിടെ വിട്ടു പോയാൽ എന്താ കർത്താവ്, ഈ നാട് വിട്ടു പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മളെ മാനിക്കുന്ന ഒരു തമ്പുരാനെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തെ എത്ര പ്രതിസന്ധി ആണെങ്കിലും അതിനെ മലർക്കച്ചയാക്കി മാറ്റാൻ എന്റെ കർത്താവിന് കഴിയും. അല്ലെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ സീദോൻ എന്ന് പറയുന്ന സ്ഥലം ഇസബേലിന്റെ പിതാവിന്റെ സ്വന്തം ദേശമാണെങ്കിലും ഇവിടെ സെബൂലോട് പറയുകയാണ്, അവിടേക്കൊക്കെ ഞാൻ നിന്റെ അതിരൊന്ന് മാറ്റാൻ പോവുകയാണ്. നീ സമുദ്രതീരത്ത് വസിച്ചാൽ അവിടെ മാത്രമല്ല, നിന്റെ അതിരിനെ ഞാനൊന്ന് മാറ്റാൻ പോകും. അത് നഫ്താലിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 21 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നഫ്താലി സ്വതന്ത്രമായി നടക്കുന്ന പേടമാൻ, അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. പേടമാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കുന്നിന്റെ ഏറ്റവും മുകളിലാണ് പേടമാൻ എപ്പോഴും തന്റെ വീടുണ്ടാക്കുന്നത്. അല്ല, താൻ പാർക്കുന്നത് അവിടെയാണ്. പേടമാനെ കുറിച്ച് പഠിക്കുമ്പോൾ വലിയ കുന്നുകളുടെ പുറത്തിരിക്കുമ്പോൾ തന്നെ ദൂരെയുള്ള കാര്യങ്ങൾ കാണുവാൻ പേടമാന് സാധിക്കും. ദൈവമക്കളെ, ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ശക്തമായ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നമുക്ക് നേരെ കടന്നു വരുന്ന ദുഷ്ടന്റെ തീയമ്പുകളെ കാണാൻ നമുക്ക് കഴിയണം. ഈ ദിവസങ്ങൾ ഞാൻ പറയട്ടെ, എത്ര പ്രവാചകന്മാർ നമ്മുടെ വീട്ടിൽ കടന്നു വന്നാലും, ഏതൊക്കെ വലിയ പ്രവാചകന്മാര് വീട്ടിൽ കാലുകുത്തിയാലും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് സങ്കടം ബോധിപ്പിച്ച് കരയുമെങ്കിൽ ഒരു പ്രവാചകന് വേണ്ട, നിന്റെ കുടുംബത്തിനകത്ത് ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് കാര്യാദികളെ സംസാരിക്കാനായിട്ട് എത്ര പേര് വിശ്വസിക്കുന്നു? ഒരു ശക്തമായ പ്രാർത്ഥന ഈ ദിവസങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. നിങ്ങളുടെ ഇതിൽ എത്രമാത്രം പ്രതിസന്ധി ഉണ്ടെങ്കിലും, എത്രമാത്രം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അതും നിങ്ങളുടെ പ്രാർത്ഥനയെ തടയുവാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവമായുള്ള സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാൻ കഴിയാതിരിക്കട്ടെ. ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുകയാണ്, നഫ്താലിയോട് പറയുകയാണ്, നീ സ്വതന്ത്രമായിട്ട് നടക്കുന്ന പേടമാനാണ്. നിന്നെ ബന്ധിക്കാനായിട്ട് ആർക്കും കഴിയത്തില്ല. ആരൊക്കെ നിന്നെ ബന്ധിക്കണമെന്ന് വിചാരിച്ചാലും, ആരൊക്കെ കെട്ടിയിടണമെന്ന് വിചാരിച്ചാലും തമ്പുരാൻ പറയുകയാണ്, നീ സ്വതന്ത്രമായിട്ട് നടക്കുന്ന പേടമാൻ. രണ്ടാമത് പറയുകയാണ്, അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ സംസാര രീതിയൊക്കെ എങ്ങനെയാണ്? നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഉത്തേജനം ലഭിക്കുന്നുണ്ടോ? അതോ നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി ഹല്ലേലൂയ സ്തോത്രം വേദനിച്ച് മാറുകയാണോ? ശക്തമായി ഞാൻ പറയട്ടെ, നമ്മളോട് സംസാരിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവിന്റെ സാന്നിധ്യം അറിയാൻ ഇടയാകണം. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്ക് പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്ക് പ്രതിസന്ധി ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളോട് സംസാരിക്കുന്ന ഓരോ വ്യക്തികളും ഈ ദിവസങ്ങളിൽ അവര് ലാവണ്യ വാക്കുകൾ കേൾക്കുവാൻ ഇടയായി തീരട്ടെ. അവര് ധൈര്യപ്പെടുന്ന വാക്കുകൾ കേൾക്കുവാൻ ഇടയായിട്ടിട്ട് പ്രശ്നം കടന്നു വരുമ്പോൾ, ഒരു പ്രയാസം കടന്നു നമ്മൾ അവരുടെ മനസ്സിലേക്ക് നമ്മുടെ മുഖം ഓടിയെത്തണം. ഇന്ന ദേവദാസനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന ദേവദാസനോട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ എനിക്കൊരു സന്തോഷം അവിടെ നിന്ന് ലഭിക്കും, എനിക്കൊരു ആശ്വാസം കിട്ടും. ഇവിടെ നഫ്താലിയോട് പറയുകയാണ്, നീ ലാവണ്യ വാക്കുകൾ സംസാരിക്കണം. നിനക്ക് പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കാം, നിനക്ക് പ്രശ്നം ഉണ്ടായിരിക്കാം, പക്ഷെ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ വാക്കുകളും ലാവണ്യ വാക്കുകളായിരിക്കണമെന്ന് കർത്താവിന്റെ ആത്മാവ് അവനോട് പറയുവാൻ തക്കോടമിടയായി തീർന്നു. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം നമ്മൾ പഠിക്കുമ്പോഴും അവിടെ മോശ ഇവരെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം കൂടി കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സെബൂലൂനെ കുറിച്ച് അവൻ പറഞ്ഞത്, സെബൂലൂനെ നിന്റെ പ്രയാണത്തിലും ഇസ്സാഖാരെ നിന്റെ കൂടാരങ്ങൾ സന്തോഷം. ഇവിടെ സെബൂലോട് പറയുകയാണ്, നിനക്ക് ഒരുപാട് പ്രയാണങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. നീ കപ്പൽ തുറമുഖത്ത് തന്നെ പാർക്കുമ്പോൾ, കടലിന്റെ തീരത്ത് പാർപ്പിടം ഉറപ്പിച്ചിരിക്കുമ്പോൾ ഒരുപാട് പ്രയാണങ്ങൾ ചെയ്യുവാനുണ്ട്. പക്ഷെ അതിൽ സന്തോഷിക്കണം. ആ പ്രയാണത്തിനകത്ത് പ്രശ്നങ്ങൾ കടന്നു വരാം, തിരമാലകൾ കടന്നു വരാം, കാറ്റും പോളും കടന്നു. പക്ഷെ നീ സന്തോഷിക്കണം എന്നാണ് അവനോട് പറഞ്ഞത്. അതുപോലെ നഫ്താലിയെ കുറിച്ച് പറയുമ്പോൾ അതേ 23-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നഫ്താലിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നഫ്താലിയെ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായിട്ട് പടിഞ്ഞാറും തെക്ക് നീ കൈവശമാക്കുക. യഹോവയുടെ അനുഗ്രഹം നിന്റെ മേൽ കടന്നു വന്ന് കഴിയുമ്പോൾ
നീ ചിലതിനെ അവകാശമാക്കാനായിട്ട് പോവുകയാണ്. നിനക്ക് അവകാശമില്ലെന്ന് ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, നിനക്ക് അവകാശമില്ലെന്ന് പറഞ്ഞ് ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും, വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നീ ദൈവത്തിന്റെ പ്രസാദം കൊണ്ട് തൃപ്തനാണെങ്കിൽ അനുഗ്രഹം നിറഞ്ഞവനായിട്ട് പടിഞ്ഞാറൻ തെക്ക് നീ കൈവശമാക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട്, മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട്, നിനക്കൊരു അവകാശം തരത്തില്ലെന്ന് പറഞ്ഞ് ആരോടൊക്കെ വെല്ലുവിളിച്ചാലും ഇവിടെ വചനം വളരെ വ്യക്തതയോടെ പ്രസാദം എന്റെ നിന്റെ മേൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ചിലതിനെ കൈവശമാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. ഈ അജയ് ജോസഫുള്ള ഡിവൈസിലുള്ള ദേവദാസനുടെ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, മകൻ ഈ ദിവസങ്ങളിൽ ശക്തമായ ഒരു മിനിസ്ട്രിക്കായിട്ട് ദൈവം പ്രിയ മകനെ എടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ജീവിതത്തിൽ ചില ടേണിംഗ് പോയിന്റിലേക്ക് ദൈവം നിങ്ങൾ എത്തിക്കാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ആലോചന പറയുകയാണ്. ഏതാണ് വഴിയെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദിവസങ്ങളിൽ ചില യാത്രയുടെ വഴികളിലേക്കും ചില ശുശ്രൂഷയുടെ പാന്താവിലേക്ക് ദൈവദാസനെ ഉപയോഗിക്കുമെന്ന് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ദിവസങ്ങളിൽ കണ്ണുനീരൊടുക്കുന്ന ചില വിഷയങ്ങളുണ്ട്, ദിവസത്തിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, ചില ശൂന്യമാക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ശൂന്യതയുടെ അനുഭവങ്ങളെ ആത്മാവ് കാണിക്കുന്ന ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ചില പ്രയാണങ്ങൾക്കായിട്ട് ഒരുങ്ങിക്കൊള്ളുക, ഒരു ശക്തമായ മിനിസ്ട്രി മുൻപിലുണ്ടെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ചില ശൂന്യതകളുടെ മേലെ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരം ഇറങ്ങുമെന്ന് ആത്മാവ് ശക്തമായിട്ട് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, നഫ്താലി സെബൂലൂൻ ഗോത്രങ്ങളെ തമ്പുരാൻ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ഇടയായിരുന്നു. അതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പ്രകാരം പറയും. ന്യായാധിപന്മാർ 5:18 ഞാൻ വായിപ്പിക്കുന്നില്ല. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദെബോര യുദ്ധത്തിന് പോകുമ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, സെബൂലൂനും നഫ്താലിനും 10,000 പേരെ യുദ്ധത്തിനായിട്ട് വിളിക്കണം. ഹല്ലേലൂയ. അവരുടെ പേരുടെ തിരഞ്ഞെടുപ്പ് ചെറുതായിരുന്നില്ല. ഒരിടത്ത് ഒതുങ്ങിയിരിക്കേണ്ടവരല്ല, അവർ യുദ്ധശാലികളായിട്ട് യുദ്ധം ചെയ്യുവാൻ തക്കുന്ന ദൈവം അവരെ സെലക്ട് ചെയ്യുവാനിടയായ ദിവസങ്ങളിൽ മനുഷ്യന്റെ സെലക്ഷൻ നമ്മൾക്ക് ആർക്കും വേണ്ട ദൈവമക്കളെ. മനുഷ്യൻ അതേ പേഴ്സണാലിറ്റി നോക്കി സെലക്ട് ചെയ്യുമ്പോൾ, സൗന്ദര്യം നോക്കി സെലക്ട് ചെയ്യുമ്പോൾ, പണം നോക്കി സെലക്ട് ചെയ്യുമ്പോൾ തമ്പുരാൻ അതൊന്നുമല്ല വേണ്ടത്. നിനക്ക് ദൈവത്തെ സ്നേഹിക്കാനോട് മനസ്സുണ്ടെങ്കിൽ തമ്പുരാന്റെ സെലക്ഷൻ നിന്റെ മേൽ വീഴുമെന്ന് രാത്രി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ 2 ഗോത്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ ഇവർക്കുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. 4 അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ചില ഇരുൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന. ഹല്ലേലൂയ സ്തോത്രം. അവർ അനുഗ്രഹം പ്രാപിച്ചവരാണ്, അവർ ശക്തമായിട്ട് മുന്നോട്ട് പോയവരാണ്. എന്നാൽ ഇവിടെ പറയുകയാണ്, ഇരുളിന്റെ അനുഭവത്തിലേക്ക് ഈ 2 ഗോത്രങ്ങൾ വഴിമാറി പോകുവാൻ ഇടയായ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ, ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, വാഗ്ദത്തം ഒരു ഭാഗത്ത് കിടക്കുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം അവരുടെ ജീവിതത്തിൽ ഇരുളുകൾ കടന്നു വരാൻ ഇടയായ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വാഗ്ദത്തം ഉണ്ടെങ്കിൽ പലപ്പോഴും ഇരുട്ടിനാൽ നമ്മൾ ഭാരപ്പെടുമ്പോൾ ദൈവാത്മാവ് ശക്തമായിട്ട് ഇങ്ങനെ ഇടപെടുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന നമ്മുടെ ജീവിതത്തിന്റെ ചില ഇരുളുകളുടെ മേൽ ദൈവത്തിന്റെ കാര്യം അനുകൂലമായിട്ട് വെളിപ്പെടാൻ പോവുകയാണ്. നമുക്ക് മറ്റൊരു ഭാഗം കൂടി വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിൽ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യം. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ടവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിന് ഹീനത വരുത്തിയെങ്കിലും പിന്നെത്തിയതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇതിന് പ്രവചനദൂതാണ്. ഇവരുടെ പറയുകയാണ്, നീ കഷ്ടത നിൽക്കുന്ന ദേശമാണെങ്കിലും നിന്റെ കണ്ണിന് തിമിരം വരത്തില്ല. എന്താ കാര്യം എന്നറിയാവോ? ദൈവമക്കൾ എത്ര കഷ്ടത കടന്നു അതിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവന് പോകാനുള്ള വഴി കർത്താവ് കാണിച്ചു കൊടുക്കും. കഷ്ടത കടന്നു വരുമ്പോൾ, വേദന കടന്നു വരുമ്പോൾ നീ പുറകോട്ട് മാറി കഴിഞ്ഞ് ഒരിക്കലും വഴി കാണാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിനകത്തിലെ കഷ്ടത കൂടെ കടന്നുകൊണ്ട് സമയം എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. വിശുദ്ധ വേദപുസ്തകം പഠിച്ച മോശയുടെ ജീവിതം 40 വർഷക്കാലം എവിടെയായിരുന്നു? കൊട്ടാരം. അത് കഴിഞ്ഞ് അടുത്ത 40 വർഷം മരുഭൂമിയിലായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് താൻ മടങ്ങി വരുന്നത്. യോസഫിന്റെ ജീവിതം പഠിച്ചു നോക്കിയാൽ എത്ര നാൾ ഇരുളിൽ കൂടെ കടന്നുപോയി. ഏലിയാവിന്റെ ജീവിതം പഠിച്ച് ഇരുളിൽ കൂടെ കടന്നുപോയി. ദാവീദിന്റെ ജീവിതം നോക്കി 38 വർഷമാണ് ഒരു സിംഹാസനത്തിന് ദാവീദ് അത്രത്തോളം കാത്തിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കഷ്ടതയുടെ തലം വിജയമായിട്ട് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളെ മാനിക്കാനെടുത്ത്. കഷ്ടത കൂടി കഴിയുമ്പോൾ ദൈവമക്കൾ ഒരിക്കലും ദൈവത്തെ വിട്ടു പോകാൻ പാടില്ല. ഇങ്ങനെ ദൈവത്തിന്റെ വചനം പറയാം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ദൈവമക്കളെ, കഷ്ടത കടന്നു വരുമ്പോൾ എല്ലാവരും നമ്മളെ വിട്ടുമാറിപ്പോകും. നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മൾ പറയുന്ന എല്ലാവരും നമ്മളെ വിട്ടുമാറും. പക്ഷെ വചനം പറയുന്ന കഷ്ടതയുടെ നടുവിൽ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ അവസ്ഥകളൊന്നും അവൻ നോക്കുന്നില്ല. നമ്മളെ ആരൊക്കെ കളിയാക്കിയാലും, ആരൊക്കെ പരിഹസിച്ചാലും, ആരൊക്കെ ശപിച്ചാലും വചനം വളരെ വ്യക്തമായിട്ട് വന്ന് കഷ്ടതയിൽ ഏറ്റവും നല്ല തുണയായിട്ട്, സഖിയായിട്ട് നല്ല കർത്താവ് നമ്മുടെ കൂടെ. ഇവിടെ വചനം പറയുകയാണ്, ഇവര് കഷ്ടതയിലാണെങ്കിലും ഒരിക്കലും തിമിരം നിലനിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരിടക്കാലത്തേക്ക് തിമിരം കടന്നു വന്നാലും, ഒരു പക്ഷെ അല്പകാലത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയാലും, ഒരു കാലഘട്ടത്തിൽ പ്രവചനം ഒന്നും കേൾക്കുന്നില്ലെങ്കിലും, ഒരു കാലഘട്ടം ഇരുളാണെങ്കിലും ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് ഇവരോട് പറയുകയാണ്, നിങ്ങൾ സദാകാലം കഷ്ടത നിൽക്കാൻ ദൈവം നിങ്ങളെ അനുവദിക്കത്തില്ല. തിമിരം നിലനിൽക്കത്തില്ല. അടുത്ത വചനം പറയുന്നു, പണ്ടവൻ സെബൂലൂൻ ദേശത്തിന് നഫ്താലി ദേശത്തിന് ഹീനത വരുത്തിങ്ങനെ പിന്നത്തേതില് അവൻ കടൽ വഴിയായി യോർദാനൊക്കെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും.
ഒരു കാലഘട്ട ഹീനത വന്ന ദൈവം അറിയാതെയല്ല കേട്ടോ. ഒരു കാലഘട്ട നിന്ദകൾ കടന്ന ദൈവം അറിയാതെയല്ല. ഒരു കാലഘട്ട അപമാനങ്ങൾ കടന്നത് തമ്പുരാൻ അറിയാതില്ല. പക്ഷെ എന്നും അത് നിലനിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ ഹീനത മാറുന്ന ഒരു ദിവസമുണ്ട്. ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഈ ഹീനത മാറുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ മേലെ മാന്യതയുടെ പുതപ്പ് കടന്നു വരുന്ന ഒരു ദിവസമുണ്ട്. ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ആരൊക്കെ വേദനിക്കുന്നുണ്ട് ഇതിനകത്ത്? ഈ മീറ്റിംഗിൽ ആരൊക്കെ വേദനിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയം തകർന്നിരിക്കുന്നുണ്ട്. അവരുടെ ആത്മാവ് പറയുകയാണ്, സദാകാലം നിന്റെ ഹീനത നിലനിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു മാന്യതയുടെ പുതപ്പ് നിന്റെ മേലിടാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ മാനുഷികമായിട്ട് ആരൊക്കെ തടഞ്ഞാലും, മാനുഷികമായിട്ട് ആരൊക്കെ അതിനെതിരായിട്ട് എഴുന്നേറ്റാലും ദൈവം അതിനകത്ത് പ്രവർത്തിക്കുമെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ഇവിടെ വചനം പറയുന്നു, ദൈവമാണ് അവർക്ക് ഹീനത വരുത്തിയത്. ഒരു കാലഘട്ടം ഇരുളിലൂടെ അവർ കടന്നുപോയി. ഒരു കാലഘട്ടം ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയി. വാഗ്ദത്തമുള്ള ജനം നിരാശയിലൂടെ കടന്നുപോയെങ്കിലും വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, ദൈവമാണ് അവർക്ക് ഹീനത വരുത്തിയത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവമാണ് ഹീനത, ദൈവം അറിയാതെ അല്ല ഒന്നും. വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നു, ദൈവ ഹീനത വരുത്തിയെങ്കിൽ പിന്നത്തേതില് അവൻ കടൽ വഴിയായിട്ട് ഇവരുടെ അടുക്കൽ. എത്ര പേര് വിശ്വസിക്കുന്നു കടല് കടന്ന് ഒരുവൻ ഞങ്ങളുടെ അടുത്ത് വരും. ഇവിടെ വളരെ വ്യക്തം യശയ്യാവ് പറയുകയാണ്, നിങ്ങൾ ഭാരപ്പെട്ടു പോകണ്ട, നിങ്ങൾക്ക് വേണ്ടി കടല് കടന്ന് നിങ്ങളുടെ അടുക്കൽ വരുന്ന ഒരുത്തനുണ്ട്, അവന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നു ഇപ്പോൾ എന്റെ നിരാശ മാറുവാൻ തക്കവണ്ണം, ഇപ്പോൾ എന്റെ സങ്കടം മാറുവാൻ തക്കവണ്ണം, ഇപ്പോൾ എന്റെ പ്രശ്നങ്ങൾ മാറുവാൻ തക്കവണ്ണം, എന്റെ ഇരുള് മാറുവാൻ തക്കവണ്ണം കടല് കടന്ന് ഒരാളെ എന്റെ കർത്താവ് അയക്കാൻ പോവുകയാണ്. നമുക്കറിയാം തബീതയെ കുറിച്ച് പഠിക്കുമ്പോൾ, തബീത അനുഗ്രഹിക്കപ്പെട്ട ദേവദാസിയാണ്. അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിക്കുന്നുണ്ട്. അവള് മരിച്ചുപോയി. ഹല്ലേലൂയ സ്തോത്രം. അവളുടെ പേരിനർത്ഥം പേടമാനെന്നായിരുന്നു. അവൾ ഒന്നായിട്ട് ഡ്രസ്സൊക്കെ തയ്ക്കുന്ന ആൾ. അവൾ മരിച്ചു കഴിഞ്ഞതായ സമയത്ത് അവള് തയ്ച്ച വസ്ത്രങ്ങളുമായിട്ട് ഒരുപാട് സഹോദരിമാരും കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് അവിടേക്ക് കടന്നു വരുന്നു. എന്തിനാ പത്രോസ് കടന്നു വന്നെന്ന് പറയാം? ആശംസ അറിയിക്കാൻ കടന്നു വന്നല്ല, മറിച്ച് ഇവളുടെ മേലുള്ള ദൈവിക പദ്ധതി നിവർത്തിക്കാൻ വേണ്ടിയായിരുന്നു. ആ അഭിഷേകം കടന്നു വന്നതായ സമയത്ത് ഹല്ലേലൂയ സ്തോത്രം മരണക്കെട്ടഴിഞ്ഞ് തബീത ഉയർത്തെഴുന്നേൽപ്പാനിടയായിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി ദൈവം ഒരാൾ എന്റെ കൂടാരത്തിൽ അയക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരാളെ കർത്താവ് എനിക്ക് വേണ്ടി അയക്കും? ഒരു അഭിഷേകത്തിന് കാല് ചവിട്ടി കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിലെ മരണക്കെട്ട് അഴിയാൻ പോകുക. ഇന്ന് രാത്രി മരണപ്പെട്ടിരിക്കുന്ന ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുകയാണ്. ദൈവത്തിന്റെ കരം നിന്റെ കൂടാരത്തിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ നിന്റെ മരണക്കെട്ടുകൾ അഴിയും. നമുക്കറിയാം സീതോനിൽ പാർത്ത ഏലിയാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ വിധവ പ്രതീക്ഷിച്ച ഒരു മരണമാണ്, പക്ഷെ കടന്നു വന്നൊരു ജീവന്റെ പ്രവാചകനായ ഏലിയാവായിരുന്നു. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു മരണം കാത്തിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് ദൈവം തന്റെ ദൂതനെ അയക്കുവാനിടയായി? ദൈവമക്കളുടെ ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാം. കർത്താവേ, മരണം കാത്തിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ എന്റെ ചുറ്റുപാടുകളിലുണ്ട്, മരണം കാത്തിരിക്കുന്ന ഒരുപാട് പേരുടെ കുടുംബങ്ങളുണ്ട്. അവിടേക്ക് ഒരു ജീവന്റെ പ്രകാശമായിട്ട് എന്നെ അയക്കണമേ എന്ന് നിങ്ങൾ ആരെങ്കിലും ഇന്ന് രാത്രി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ വ്യക്തമായിട്ട് ഇടപെടുന്ന ദൈവം നിങ്ങളെ ഒരു വലിയ വെളിച്ചമാക്കി മാറ്റാൻ പോകുക. ദൈവം നിങ്ങളെ പ്രകാശമാക്കി മാറ്റാൻ പോകുക. ദൈവമക്കളുടെ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തിനപ്പുറമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി അനുഗ്രഹം നിങ്ങളുടെ മേൽ വെളിപ്പെടുമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. യശയ്യാവ് പറയുകയാണ്, തൽക്കാല ഹീനത വരുത്തിയെങ്കിൽ പിന്നത്തേതിൽ കടലിൽ ഒരുത്തൻ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അവർക്ക് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ആര് ഞങ്ങളുടെ അടുത്ത് വരാനായിട്ട്? ഈ കടലിനെ താണ്ടി കാറ്റിനെ താണ്ടി ആര് വരാനുണ്ട്? പക്ഷെ ഇവിടെ യശയ്യാ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി കടല് കടന്ന് ഒരുത്തൻ വരാൻ പോകുന്നു. മാത്രമല്ല അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇത് യോർദാൻ അക്കരെയാണ് പാർക്കുന്ന പ്രദേശം. യോർദാനിൽ കൂടെ വേണം കടന്നു പോകാനായിട്ട്. ഒരുപാട് പ്രാവശ്യം വഴിമാറി യോർദാന്. പക്ഷെ ഇവരോട് പറയുകയാണ്, യോർദാൻ കടന്നാണ് ആ വ്യക്തി കടന്നു വരാൻ പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. യോർദാൻ കടന്ന് നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വന്നിട്ട് നിങ്ങൾക്ക് മഹത്വം വരുത്തും. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടും. ചിലരുടെ മേലെ ദൈവം മഹത്വം വരുത്താൻ പോകുക. നിങ്ങളുടെ ഹീനതകൾ മാറാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരു മഹത്വം കർത്താവ് നിങ്ങളെ അണിയിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. കടന്നു വരുന്നവൻ മഹത്വം തരാൻ കഴിവുള്ളവന്. നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ആരൊക്കെ മാറ്റി നിർത്തിയാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നിനക്ക് മഹത്വം തരാൻ കഴിവുള്ള ഒരുവനാണ് നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. ഇവിടെ യശയ്യാവ് വളരെ വ്യക്തമായിട്ട് ഇവരോട് പറയുകയാണ്, ജാതികളുടെ മണ്ഡലത്തിന് അവൻ മഹത്വം വരുത്തും. ജാതി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ, ഒന്നിനും കൊള്ളാത്തവരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ, ദാസിയുടെ മകൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ, ഒന്നിനും കൊള്ളാത്ത ഗോത്രം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ജാതികളുടെ മണ്ഡലത്തിന് അവൻ മഹത്വം വരുത്തുന്നവനായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, ഇരുട്ടിയിരുന്ന ആ ജനം വലിയൊരു വെളിച്ചം കാണുവാനിടയായി. ഇരുളാണെങ്കിലും അവരുടെ മേലെ വെളിച്ചം കടന്നു വരുവാനിടയായി. എത്രമാത്രം ഇരുട്ട് നിന്നെ വന്ന് പൊതിഞ്ഞാലും ഒരു നീതിസ്വരൻ ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും നിനക്കും വേണ്ടി ഉദിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവമക്കളുടെ ദിവസങ്ങളിൽ ഒരിക്കലും ദൈവത്തിന്റെ വിശ്വാസം കുറയാൻ പാടില്ല. ഒരിക്കലും നമ്മുടെ വിശ്വാസം കുറയാൻ പാടില്ല. ദൈവത്തോടുള്ള ബന്ധത്തിന് പലപ്പോഴും അകറ്റുകൾ, പൈശാചിക മണ്ഡലങ്ങൾ നമ്മളെ വെല്ലുവിളിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ ദൈവത്തിന് ഇന്നല്ലെങ്കിൽ നാളെ എന്നെ മാനിക്കാൻ കഴിയും. പലപ്പോഴും പിശാച് കൊണ്ടിടുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് അവിശ്വാസം. ദൈവവുമായിട്ടുള്ള നമ്മളെ ബന്ധത്തിൽ നിന്ന്
നമ്മളെ അകറ്റുകളയും കൊണ്ടിടുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് അവിശ്വാസം. എന്റെ പപ്പ ഒരു മദ്യപാനിയായിരുന്നു. ഒരു ബന്ധുക്കോസ് കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടെങ്കിൽ എന്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയാണ്. 16 വർഷമാണ് എന്റെ അമ്മ എന്റെ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. ഓരോ പ്രാവശ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ദേവദാസന്മാരിലൂടെ പറയും, ഹസ്ബൻഡ് മടങ്ങി വരും. പക്ഷെ ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ കാണുന്നത് പതിവിലും മദ്യപിച്ച് കടന്നു വരുന്ന പിതാവിനെയാണ്. എന്നാൽ ഇന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും, എന്റെ പിതാവ് ഒരു ശുശ്രൂഷകനാണ്. ഹല്ലേലൂയ സ്തോത്രം. മക്കളെ, കണ്ണുനീരിന് ഒരു മറുപടി ഉണ്ട്, പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും പിശാച് ഉള്ളിനുള്ളിൽ മാതാവിന് സംശയങ്ങൾ കൊടുത്ത് പലപ്പോഴും ഞാൻ എന്റെ മാതാവിനോട് ചോദിച്ചിട്ടുണ്ട്, ഇനി എന്തിനാ പപ്പായ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു? മാതാവ് ഒരു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നോട് ദൈവാത്മാവ് ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ഭർത്താവിനെ ഞാൻ മടക്കി കൊണ്ടുവരും. സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ബുദ്ധി കൊണ്ട് തീരുമാനം എടുക്കരുത്. ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഇന്ന് നിന്റെ മേൽ കടന്നു വരുന്ന സാഹചര്യം കണ്ടുകൊണ്ട് ബുദ്ധിപരമായിട്ട് തീരുമാനം എടുക്കാതെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കുമ്പോൾ ദൈവം തന്നെ മാനിപ്പാനിടയത്. പലപ്പോഴും ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് വിരോധമായിട്ട് സംഭവങ്ങൾ കടന്നു വരുമ്പോൾ ഞാനും നിങ്ങൾ ബുദ്ധി കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമല്ലേ. നമുക്ക് അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, സ്വന്തം മകനെ നിനക്ക് തരും, നിന്റെ ഭാര്യ സാറാറിനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ഒരു ഷോർട്ട് കട്ടിന് കടന്നു പോയപ്പോൾ എത്രമാത്രം പിന്നീട് അബ്രഹാം വേദനിക്കേണ്ടി വന്നു. കാത്തിരിപ്പാൻ കഴിയാതെ എളുപ്പമുള്ള വഴി തെരഞ്ഞെടുത്തതാണ്, പിന്നെ അത് കെണിയായിട്ട് മാറി. ഇന്നും വാഗ്ദത്ത സന്ധി കെണിയായിട്ട് അവർ നിൽക്കുകയാണ്. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ദൈവം പറഞ്ഞ വാഗ്ദത്തിന് വിരോധമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും ഞാൻ നിങ്ങൾ ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കാതെ ദൈവിക വാഗ്ദത്തിനായിട്ട് കാത്തിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹീനതകൾ മാറി നമ്മുടെ മണ്ഡലങ്ങൾക്ക് അവൻ മഹത്വം വരുത്തി കർത്താവ് നമ്മളെ മാനിക്കുവാനിടയായി തീരും. ഇവിടെ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇരുളിരുന്നായ ജനം വലിയൊരു വെളിച്ചം കണ്ടു. ചെറിയ വെളിച്ചമല്ല അവര് കണ്ടു, ഇരുട്ടത്തിരിക്കുമ്പോഴും അവൾ ഇരുട്ടത്തൂടെയാണ് നടക്കുന്നല്ലേ. നമുക്കറിയാം, നമ്മൾ കണ്ണ് നടച്ച് നോക്കി ഒരു 10 സെക്കൻഡ് കണ്ണടച്ച് നമുക്കറിയാം എന്തൊരു ഇരുട്ട്, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. പക്ഷെ പറയുകയാണ്, ഇവർ ഇരുട്ടിൽ കൂടെ നടക്കുമ്പോൾ ഇവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പേരൊരു വലിയ വെളിച്ചം പ്രകാശിക്കാൻ പോകുക. മാത്രമല്ല അവരോട് പറയുന്നു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. എല്ലാവരും അവരെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ യോർദാനക്കരെ പാർക്കുന്നവരാ. എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അവരെ കൊണ്ട് വലിയ പ്ലാനുകളും പദ്ധതികളും ഒന്നുമില്ല, ഇനി ഒന്നും അവരെ കൊള്ളത്തില്ല. അവർ താമസിക്കുന്ന യോർദാൻ അക്കരയാ. ഈ കടൽ കടന്ന് ആരും അങ്ങോട്ട് പോകാനും തയ്യാറാകാതെ ഇരിക്കുമ്പോൾ യെശയ്യാവ് 750 വർഷം മുന്നേ പ്രവചിച്ച് പറയുകയാണ്, ഇവിടേക്ക് ഒരുവൻ കടന്നു വരാൻ പോവുകയാണ്, ഒരു വലിയ മഹത്വം കടന്നു വരാൻ പോകുക. മാത്രമല്ല ഇരുളിരിക്കുന്ന ആ ജനത്തിന് വലിയ പ്രകാശം ശോഭിപ്പിക്കാൻ പോവുക. നീ വർദ്ധിപ്പിച്ചത് ജാതിയെ നീ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. അവൻ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിന് സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്ന പോലെ ആയിരിക്കും എന്ന് പറയുന്നു. അടുത്ത വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നതിന്റെ വടിയും മിഥ്യാന നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. അടുത്ത വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇന്ന് നിങ്ങൾ ചുമക്കുന്ന നുകങ്ങളെ ദൈവം തകർത്തെറിയാൻ പോവുകയാണ്. ഞാൻ ശാന്തമായിട്ടാണ് പറയുന്നതെങ്കിലും ശക്തമായിട്ട് ദൈവസ്ഥാനത്ത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് നീ ചുമക്കുന്ന നുകം അതെന്തുമായിക്കൊള്ളട്ടെ, നീ ഇന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ, വിട്ടുകൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ ദിവസങ്ങളിൽ ആ നുകത്തെ കർത്താവ് തകർത്തെറിയാൻ പോവുകയാണ്. ഇതിന്റെ കൂടാരത്തിനകത്ത് പ്രാർത്ഥനയുടെ പ്രകാശം പ്രകാശിക്കുമ്പോൾ ചില നുകങ്ങൾ ദിവസങ്ങൾ തകർന്നു മാറുമെന്ന് വിശുദ്ധ വേദ പുസ്തകം വളരെ വ്യക്തമായിട്ട് വിളിച്ചു വരുന്നത്. മാത്രമല്ല അവന്റെ ചുമലിലെ കോല് അവനെ ദണ്ഡിപ്പിക്കുന്ന വടി. 3 കാര്യമാണ്. ഒന്ന് അവിടെ പറയുന്നു, അവൻ ചുമക്കുന്ന നുകം, 2 ചുമലിലെ കോല്, 3 ദണ്ഡിപ്പിക്കുന്നതിന് വടി. ഒരു നുകം വെച്ച് കഴിഞ്ഞാൽ ആ വെക്കുന്ന ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇവിടെ പല പൈശാചിക മണ്ഡലങ്ങൾ നുകം വെച്ചുകൊണ്ട് ഈ 2 ഗോത്രങ്ങൾ ഇരുളിനകത്ത് ഒളിപ്പിച്ചിരുത്തുമ്പോൾ വളരെ വ്യക്തമായിട്ട് പ്രവാചകൻ പറയുകയാണ്, നീ ചുമക്കുന്ന നുകം, നിന്റെ ചുമലിലെ കോല്, നിന്നെ ദണ്ഡിപ്പിക്കുന്നതിന് വടി മിഥ്യാന നാളിലെ പോലെ തമ്പുരാൻ ഒടിക്കാൻ പോവുകയാണ്. മിഥ്യാൻ ശക്തമായിട്ട് ഇസ്രായേൽ മക്കളുടെ മേൽ ആധിക്യം പ്രാപിച്ചപ്പോൾ ഒരു ഗിദെയോനെ ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ദൈവമക്കളെ ദിവസം നിങ്ങളെ ദണ്ഡിപ്പിക്കുന്നവരാരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ മേൽ നുകം വെച്ചിരിക്കുന്നവരാരും ആയിക്കൊള്ളട്ടെ, എത്ര വലിയ പൈശാചിക നുകവുമാകട്ടെ, പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ, സമർപ്പിക്കാൻ തയ്യാറാകുമെങ്കിൽ, മുട്ടുമടക്കാൻ തയ്യാറാകുമെങ്കിൽ ദിവസങ്ങളിൽ ദൈവ നുകത്തെ ഒടിച്ചു കളയുമെന്ന് ഈ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇവരുടെ നുകം മാറ്റാനായിട്ട് ആരുമില്ല, ഇവരുടെ നുകം മാറ്റാൻ ആരും യോർദാൻ കടന്നു വരുന്നില്ല. പക്ഷേ വചനം വളരെ വ്യക്തമായിട്ട് പറയും, നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ വരാൻ പോവുകയാണ്. ഈ യോർദാൻ കടല് കടന്നുകൊണ്ട് ഈ ജാതികളുടെ മണ്ഡലത്തിലേക്ക്, ഈ മഹത്വത്തിന്റെ അനുഭവത്തിലേക്ക് ഒരുവൻ കടന്നു വരാൻ പോകുന്നുവെന്ന് വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ആരാണ് നമുക്കറിയാം. അതിന്റെ 6-ാം അധ്യായം വളരെ വ്യക്തമായിട്ട് ആളെ കുറിച്ച് കൂടി പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ നിത്യപിതാവ്, ഹല്ലേലൂയ സ്തോത്രം, സമാധാന പ്രഭു, വീര ദൈവം എന്ന് വിളിക്കപ്പെടുവാനിടയായി തീരും. ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, ഇപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ആരെഴുന്നേൽക്കുമെന്ന് ചോദിച്ചവർ ഭാരപ്പെടുമ്പോൾ വളരെ വ്യക്തമായിട്ട് പ്രവാചകൻ അടയാളം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്ന ഒരു അടയാളം ഇതാണ്,
ഒരു ശിശു നമുക്ക് വേണ്ടി ജനിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഒരു മകൻ നമുക്ക് വേണ്ടി നൽകപ്പെടുവാനിടയായി തീരും. അവന്റെ പ്രത്യേകത ഇങ്ങനെ പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവ, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. ഹല്ലേലൂയ. ഇത്ര അടയാളമുള്ള ഒരുവനെ വലിയവനായ ദൈവം ഈ ഗോത്രങ്ങൾക്ക് വേണ്ടി അയക്കാൻ പോകുന്ന ആലോചന യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം തമ്പുരാൻ നൽകി കൊടുക്കുവാനായിട്ട്. മാത്രമല്ല അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നു, അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്ക് സമാധാനത്തിന് അവസാനം ഉണ്ടാകത്തില്ല. ഇന്ന് സമാധാനക്കേടായിരിക്കാം, ഇന്ന് ഇരുളായിരിക്കാം, ഇന്ന് ഹീനതയുടെ അനുഭവങ്ങളായിരിക്കാം, ഇന്ന് ശൂന്യതകളായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഒരു ശിശുവിനെ തമ്പുരാൻ അയക്കാൻ ഇടയായി. ദൈവമക്കളെ, ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 750 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സാക്ഷാൽ യേശു കർത്താവ് സ്ത്രീയുടെ സന്തതിയായിട്ട് ജനനം എടുക്കുവാനിടയായി. ദൈവത്തിന്റെ പദ്ധതി നോക്കണമേ. 750 വർഷങ്ങളോളം ഇവർ ഭാരപ്പെട്ടു, ഒരുപാട് സംവത്സരങ്ങൾ കഷ്ടപ്പെട്ടു, ഒരുപാട് നിന്ദകൾ സഹിച്ചു, ഒരുപാട് അപമാനങ്ങൾ സഹിച്ചു, മഹത്വത്തിന്റെ അനുഭവങ്ങൾ മാറിപ്പോയി. ഇനി പ്രതീക്ഷയില്ലാതിരിക്കുമ്പോൾ യേശു കർത്താവിന്റെ കാൽപാദങ്ങൾ അത് യോർദാന്റെ തീരത്ത് പതിയുവാനിടയായി തീർന്നു. ഗലീലക്കടലിലെ തീരത്തിന്റെ കർത്താവിന്റെ കാൽപാദങ്ങൾ പണിതിച്ചിട്ട് എന്റെ കർത്താവ് നേരെ പോയത് ഈ ഗോത്രങ്ങളുടെ അടുക്കലേക്കായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്റെ കർത്താവ് ഇറങ്ങി വന്നത് ഇവരെ വീണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നു. രാത്രി ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. എന്നെ കാണാൻ ആരുമില്ലെന്ന് പറഞ്ഞ് വേദനിക്കുമ്പോൾ, എന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് പരിഹാരം വരാൻ ആരുമില്ലെന്ന് പറഞ്ഞ് വേദനിക്കുമ്പോൾ ഒരുവൻ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വിളിക്കുന്ന എന്റെ കർത്താവ് ഒരിക്കലും എന്നെ വഴി തള്ളിക്കളയുന്ന ദൈവമല്ല. എനിക്കൊരു വേദന കടന്നു വരുമ്പോ, എനിക്കൊരു സങ്കടം കടന്നു വരുമ്പോ, എനിക്കൊരു ക്ഷീണം കടന്നു വരുമ്പോൾ അവൻ ഒരിക്കലും എന്നെ വഴി തള്ളിക്കളയുന്ന ദൈവമല്ല. ഒരു ബലഹീനത കടന്നു വരുമ്പോൾ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ്, ഒരു കുറവ് കടന്നു വരുമ്പോൾ ചേർത്ത് പിടിക്കുന്ന നല്ല കർത്താവിനെയാണ്. ദൈവമക്കളെ, ഞാനും നിങ്ങളും അറിഞ്ഞാകല് ദിവസങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും, എത്ര പ്രതികൂലങ്ങൾ വന്നാലും, നിങ്ങളുടെ വാഗ്ദത്തമായിട്ട് എന്തൊക്കെ സംഭവിച്ചാലും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വാഗ്ദത്തം മുറുകെ പിടിക്കാനും പ്രാർത്ഥിപ്പാനും കഴിയണം. അങ്ങനെ പ്രാർത്ഥിക്കുക, തീർച്ചയായിട്ടും ദൈവത്തിന്റെ കാര്യം നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരുവാനിടയായി തീരും. ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെ പറയുകയാണ്, സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും നാട്, കടൽക്കരയിൽ യോർദാനക്കരയുള്ള നാട്, ജാതികളുടെ കീഴിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഈ സ്ഥലങ്ങളെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ജാതികളുടെ ഗലിയില് കർത്താവിന്റെ ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ അത്ഭുതം പോലെ കർത്താവ് ചെയ്തത് വെള്ളം വീഞ്ഞായിട്ട് മാറി, പച്ചവെള്ളം വീഞ്ഞായിട്ട് മാറിയത് പോലും ഗലീലിലെ കാനാവിലായിരുന്നു. അവിടെയാണ് കർത്താവിന്റെ ആദ്യത്തെ മിനിസ്ട്രി ആരംഭിക്കുന്നത്. കർത്താവിന്റെ ദൈവത്തിന്റെ പദ്ധതി നോക്കണമേ ദൈവമക്കളെ. കടല് കടന്ന് ഒരുവൻ വരുമെന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് തലമുറകൾ മരിച്ചുപോയി, അനേക കാലഘട്ടം കഴിഞ്ഞ് ഇവര് വിചാരിച്ചു ഇനി ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടി ആരും എഴുന്നേറ്റ് വരത്തില്ല. പക്ഷെ ഉയരത്തിൽ നിന്ന് തന്നെ സാക്ഷാൽ ദൈവം ഒരുവനെ അവരുടെ കൂടാരങ്ങളിലേക്ക് അയക്കുവാനിടയായി. ഇവർക്ക് വേണ്ടി മാത്രമായിട്ട്, ജാതികൾക്ക് വേണ്ടി, തകർന്നു പോകുന്നവർക്ക് വേണ്ടി യേശു കർത്താവ് ഇറങ്ങി വരുവാനിടയായി തരും. അടുത്ത വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ സ്തോത്രം. മരണത്തിന്റെ ദേശത്തിലെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഇവരെ കുറിച്ചുള്ളതായ ഒരു കാര്യം, ഇരുള് മാത്രമല്ല ഇവരുടെ ജീവിതത്തിലുള്ളത്, ഹീനത മാത്രമല്ല ഉള്ളത്, കഷ്ടത മാത്രമല്ല. മറ്റൊരു കാര്യം കൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇവരുടെ മേലും മരണത്തിന്റെ ഒരു കരുനിഴലുണ്ടായിരുന്നു. ദൈവമക്കളെ, ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മരണത്തിന്റെ കരുനിഴലിൽ ഇട്ടുകൊണ്ട് പിശാച് എത്ര ശക്തമായിട്ട് വെല്ലുവിളിച്ചാലും യേശു കർത്താവ് ജീവന്റെ ഒപ്പം വെളിപ്പെട്ട് കഴിയുമ്പോൾ ആ മരണക്കെട്ടുകൾ പൂർണ്ണമായിട്ട് അഴിയുമെന്ന് ഈ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വന്ന് കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ മറുപടി പറഞ്ഞ വാക്കുകൊണ്ടല്ല. എന്നാൽ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഈ ദിവസങ്ങളിൽ വചനം കൊണ്ടൊന്ന് മറുപടി പറയാൻ തയ്യാറാകുമ്പോൾ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. യേശു കർത്താവിന്റെ 40 ഉപവാസം കഴിയുമ്പോൾ കർത്താവിന് വിശന്നു. പരീക്ഷകൻ അടുത്ത് വന്നപ്പോൾ 3 ചോദ്യങ്ങൾ യേശു കർത്താവിനോട് ചോദിച്ച 3 ചോദ്യങ്ങൾക്കും എന്റെ കർത്താവ് മറുപടി പറഞ്ഞത് വചനം കൊണ്ടാ, അല്ലേ? വചനം കൊണ്ടാ കർത്താവ് മറുപടി കൊടുത്ത. ദിവസങ്ങളിൽ നിങ്ങളോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും വചനം കൊണ്ട് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയുമോ ദൈവമക്കളെ? ഈ ദിവസം എന്നോട് ഒരുപാട് പേര് ചോദിച്ചേക്കാം, നീ പ്രാർത്ഥിച്ചിട്ട് എന്താ? സന്തോഷത്തോടെ പറയാൻ കഴിയണം, എന്റെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. വിശ്വാസത്തോടെ പറയാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ തല കുനിയാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസ്യത ധരിക്കണം. വചനം എന്ന ആത്മാവിന്റെ വാള് കൈക്കൊള്ളണം. വചനം ഒരു വാള ദൈവമക്കളെ, ശത്രുവിനെ തകർക്കുന്ന ഒരു വാള വചനം. ഈ ദിവസങ്ങളിൽ വിശ്വാസവും വചനവും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. നമ്മൾ വിളിക്കുന്ന ദൈവം ആരാണെന്ന് ഒരു വലിയ വിശ്വാസം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ് ആരാണ്? സകലം നമ്മൾക്ക് വേണ്ടി ചെയ്യാൻ കഴിവുള്ള കർത്താവ്, സകലം നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ള കർത്താവിനെ ഞാനും നിങ്ങൾ വിളിക്കുന്നത്. കഴിവില്ലാത്തൊരു ദൈവത്തെ അല്ല നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ദൂരെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ പോലും അത് സർവ്വകൃപാലുവ ദൈവത്തെ ഞാനും നിങ്ങൾ വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ വചനം വളരെ വ്യക്തമായിട്ട് പറയും, ചില മരണ നിഴലുകൾ ദിവസങ്ങളിൽ കൂടാരങ്ങളെ വിട്ട് മാറിപ്പോകാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കും? ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നിങ്ങൾ വായിക്കണം, ശക്തമായിട്ട് ദൈവത്തിന്റെ വചനം വായിക്കണം, കർത്താവിന്റെ വചനം ധ്യാനിക്കണം. ഒരു വലിയ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. പലപ്പോഴും പിശാച് സംശയം കൊണ്ടിടുമ്പോൾ അതിനെ ജയിക്കാൻ ദൈവമക്കളെ എനിക്ക് നിങ്ങൾക്കും കഴിയണം. പലപ്പോഴും നമ്മൾ സംശയിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല.
നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. എന്താണ് ഞാനും നിങ്ങൾ പറയുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ നമുക്ക് പറയാൻ കഴിയണം. ഒരുപക്ഷെ വിശ്വസിക്കാത്തക്ക ഒരു കാര്യങ്ങളും ജീവിതത്തിലില്ല. പ്രതീക്ഷയ്ക്ക് ഒന്നും പകയില്ലെങ്കിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ ഒന്ന് പറഞ്ഞു നോക്കി, ഇന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങളെ കാണുവാൻ കഴിയും. നമുക്ക് വിശ്വാസം വേണം. പലപ്പോഴും പിശാച് നമ്മുടെ ഹൃദയങ്ങളിൽ സംശയങ്ങൾ കൊണ്ടിടും. ഹവ്വയുടെ ഉള്ളിൽ സംശയം കൊണ്ടിട്ടല്ലേ അവരുടെ പല കാര്യങ്ങൾ പറഞ്ഞ് അവളെ വശീകരിച്ച് പാപം ചെയ്യിപ്പിക്കുവാൻ തക്കോണം ഇടയാ. തന്റെ ഫലമായിട്ട് ആ കുടുംബം തകർന്നു പോയിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ആ സ്തോത്രം. എന്നാൽ വളരെ വ്യക്തമായിട്ട് വരുടെ ദിവസങ്ങളിൽ ദൈവത്തെ ഒരിക്കലും സംശയിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകുവാൻ പാടില്ല. ദൈവമക്കളെ, നമ്മൾ ദുഷ്ടന്മാരാകണമെങ്കിൽ വലിയ ദുഷ്ടതയൊന്നും ചെയ്യണ്ട. ഒരു അവിശ്വാസം കടന്നു വന്ന് കഴിയുമ്പോൾ ദൈവം നമ്മളെ വിളിക്കുന്ന ദുഷ്ടന്മാരുടെ ദിവസങ്ങളിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതെ ഇരിക്കട്ടെ. ദൈവത്തെ സംശയിപ്പിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന് അകറ്റിക്കളയുവാൻ തക്കവണ്ണം പല അവിശ്വാസങ്ങൾ പിശാച് കൊണ്ടിടുമ്പോൾ വചനത്തിന്റെ ശക്തിയിൽ അതിനെ ജയിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും. അങ്ങനെ നമ്മൾ ജയിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി ദൈവം മാറ്റുവാനിടയായി തീരും. ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്: മരണത്തിന്റെ ദേശത്തിൽ നെടുറിലും ഇരിക്കുന്നവർക്ക് ഒരു വലിയ പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇടവന്നു. അന്ന് തൊട്ട് യേശു കർത്താവ് ആ കടൽ തീരത്ത് കടന്നു എന്ന് ജാതികളുടെ ഗലീലയിലും യോർദാൻ അക്കരെയുള്ള നാടുകളിലും സെബൂലൂൻ ദേശം നഫ്താലി ദേശത്ത് കടന്നു എന്നത് ശക്തമായിട്ട് എന്റെ യേശു കർത്താവ് ശുശ്രൂഷ ചെയ്യുവാൻ തക്കോടെ തുടങ്ങി. ദൈവമക്കളെ, 750 വർഷങ്ങൾക്ക് മുൻപ് ഇവരോട് പറഞ്ഞ ഒരു ശക്തമായ വാഗ്ദത്തം ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ നിറവേറിയെങ്കിൽ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്: ഞാൻ നിങ്ങൾ ഒരുപാട് വാഗ്ദത്തങ്ങൾ ഉള്ളവരാണ്, എനിക്ക് നിങ്ങൾക്ക് എണ്ണമറ്റ വാഗ്ദത്തങ്ങളുണ്ടെന്നാൽ പലപ്പോഴും ദുഷ്ടമണ്ഡലങ്ങൾ നമ്മുടെ വാഗ്ദത്തങ്ങളെ തടഞ്ഞു വെക്കുമ്പോൾ, എന്നെ നിന്നെ മുന്നോട്ട് വിടാതെ പിടിമുടുക്കുമ്പോൾ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്ന ദിവസങ്ങളിൽ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയണം. വാഗ്ദത്തങ്ങൾ കൊണ്ട് പ്രാർത്ഥിപ്പാൻ എനിക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ അനേക ദിവസങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരും, അനേക ദിവസങ്ങൾ ഉപവസിക്കേണ്ടി വരാം, അനേക ദിവസങ്ങൾ കണ്ണുനീരൊഴുക്കേണ്ടി വരും. എന്നാൽ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ കടല് കടന്ന് ഒരുവനെ യേശു കർത്താവിനെ ദൈവമണ്ഡലങ്ങളിലേക്ക് അയച്ചതുപോലെ ദിവസങ്ങൾ ദൈവത്തിന്റെ കരം നമ്മുടെ കൂടാരങ്ങളും ശക്തമായിട്ട് വെളിപ്പെട്ട് വരുവാനിടയായി തീരും. ഒരുപാട് പ്രതിസന്ധിയിൽ കൂടി ഗോത്രങ്ങൾ, 2 ഗോത്രങ്ങൾ കടന്നു പോകുവാനിടെ നൂറ്റാണ്ടുകളോളം ദൈവശബ്ദം കേൾക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അനേക വർഷങ്ങളോളം ദൈവിക പ്രവചനം കേൾക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ആരും അവരെ കണ്ടാൽ അത് മൈൻഡ് ചെയ്യാതെയായി. അവരുടെ അടുത്തേക്ക് ആരും കടന്നു ചെല്ലാതെ, ശപിക്കപ്പെട്ട ജനമെന്ന് മുദ്ര കുത്തപ്പെട്ട 2 ഗോത്രങ്ങൾ അവർ അടുക്കലേക്ക് ആരും ചെല്ലുന്നില്ല. അവരെ സഹായിക്കാനായിട്ട് ആരുമില്ല, അവരെ സംരക്ഷിക്കാൻ ആരുമില്ലാതെ ഇരിക്കുമ്പോൾ, മരണഭീതി കൊണ്ട് അവർ ഭാരപ്പെടുമ്പോൾ, ഞങ്ങളുടെ ഈ മരണഭീതി ആരുമായിട്ടും അവർ വളരെ സങ്കടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ഒരു പ്രവാചകൻ, യെശയ്യാ പ്രവാചകനെ ദൈവം അയക്കുവാനിടയാത്ത ദിവസങ്ങൾ ദൈവമക്കളെ, ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദിവസങ്ങളിൽ മരണത്തിൻ്റെതാ നിങ്ങളിലിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളിലേക്ക് ദൈവം ജീവന്റെ അനുഗ്രഹമായിട്ട് എന്നെ നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കുവാനിടയാത്തിരും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാലത്ത് അവരോട് പറഞ്ഞ അനുഗ്രഹങ്ങൾ, ഒരു കാലത്ത് അവരോട് പറഞ്ഞ പ്രവചനം ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടെ കൂടാരത്തിനകത്ത് യേശു കർത്താവ് എന്ന രൂപത്തിൽ വെളിപ്പെട്ട് വരുവാനിടയായി തീർന്നു. കർത്താവിന്റെ ശുശ്രൂഷയെ കുറിച്ച് പഠിക്കുമ്പോൾ, കർത്താവിന്റെ ശിഷ്യന്മാരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ സാധാരണ മുക്കുവന്മാരെ ശിഷ്യന്മാരെ കർത്താവിനുണ്ടായിരുന്നത്. അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിച്ചുകൾ അവരൊക്കെ ഈ ദേശത്തുള്ളവരായിരുന്നു, ആ കടൽ തീരത്ത് താമസിച്ചവരായിരുന്നു. സെബൂലൂൻ ദേശങ്ങളിൽ, നഫ്താലി ദേശങ്ങളിൽ, യോർദാനൊക്കെയുള്ള ജാതികളുടെ ഗലയിൽ താമസ ശിഷ്യന്മാരെയാണ് കർത്താവ് തിരഞ്ഞെടുത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കിയ ദിവസങ്ങളിൽ ആരും കടന്നു വരണമെന്ന് ഭാരപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് ഇടപെടുകയാണ്. ദൈവം നമുക്ക് വേണ്ടി ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കുവാൻ ഇടയായിട്ടും. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല. ഒരു വ്യക്തി എങ്കിലും ദൈവം നമുക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയും എല്ലാവരും കൈവിട്ടെന്ന് പറയുമ്പോഴും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ഒരു വ്യക്തിയെങ്കിലും സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് വേണ്ടി ഒരുക്കുവാനിടയായി തീരും. നമുക്കറിയാം, യോസഫിനെ കൊന്നുകളയാൻ പദ്ധതി ഒരുക്കിയപ്പോൾ രൂപൻ പറഞ്ഞൊരു കാര്യമുണ്ട്: അവനെ കൊന്നുകളയാൻ പാടില്ലെന്ന് രൂപൻ പറയുന്നുണ്ട്. ആ സമയത്ത് രൂപനെയാണ് ദൈവം യോസഫിന് വേണ്ടി ഒരുക്കിയത്. കാരണമുണ്ട്, രൂപൻ അവനെ കൊന്നുകളെന്ന് പറയാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. ആ വീട്ടിലെ ഏറ്റവും മൂത്ത മകൻ രൂപനാണ്. യോസഫിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇളയ സഹോദരന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സ്തോത്രം, ഏറ്റവും കൂടുതൽ ചോദ്യം നേരിടുന്നത് മൂത്ത മകനായ രൂപനാണ്. അതുകൊണ്ട് ആ രൂപനെ തന്നെ ദൈവം യോസഫിന് വേണ്ടി തീർന്നില്ല. ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, കാരാഗ്രഹത്തിൽ പോയി കിടക്കുമ്പോൾ അവിടെ ഒരു കാരാഗ്രഹ പ്രമാണിയെ ദൈവം യോസഫിന് വേണ്ടി ഒരുക്കുവാനിടയായിരുന്നു. ആത്മാവ് ശക്തമായിട്ട് ദിവസങ്ങളിൽ ചില മാനുഷിക സഹായങ്ങൾക്കായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ചില മാനുഷികമായ ചില പരിഗണനകൾക്കായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദിവസങ്ങളിൽ അവരുടെ മേലെ ചില മാനുഷിക കാര്യങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ഇസബിൻ എന്ന് പറഞ്ഞ ഡിവൈസിലുള്ള പ്രിയ പൈതലിനോട് ദൈവാത്മാ, മോനെ, നിന്റെ ജീവിതത്തിൽ ഒരുപാട് ശൂന്യതകളുണ്ട്, കൈവെക്കുന്നൊക്കെ ശൂന്യമായി പോകുന്ന അനുഭവങ്ങൾ. എന്നാൽ ഇത് രാത്രി ദൈവാത്മാവ് നിന്നോട് പറയുക, ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു, ഈ വർഷം തീരുന്നതിന് മുമ്പ് ദൈവം ചില അടയാളങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ്. ചില അത്ഭുതത്തിന്റെ വഴികൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ പോകുകയാണ്.
ചില പേപ്പറുകളുടെ മേല് ദൈവത്തിന്റെ കയ്യൊപ്പ് വീഴാൻ പോകുന്നത് ദൈവാത്മാവ് ശക്തമായിട്ട് നിന്നോട് ആലോചന പറയും. പ്പെടുന്ന അനുഭവങ്ങൾ, വേദനയ്ക്കപ്പെടുന്ന അനുഭവം നിന്റെ ജീവിതത്തിലുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു തലം ദൈവാത്മാവ് എന്നെ കാണിക്കും. എന്താ അടുത്ത ചുവട് മുന്നോട്ട് വെക്കണം എന്നറിയാതെ ഭാരപ്പെടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഈ വർഷക്കാലം തന്നെ ദൈവം നിനക്ക് വേണ്ടി ഒരു വിശാലമായ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയുടെ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. ദൈവം ഒരു യാത്രയുടെ വഴി നിനക്ക് വേണ്ടി, ഒരു കടൽ കടന്നൊരു യാത്ര നിന്റെ മുൻപിൽ ഒരുങ്ങി വരാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. ഒരുപാട് നഷ്ടങ്ങളുടെ കണക്ക് നിനക്ക് പറയാനുണ്ട്. ഒരുപാട് വേദനയുടെ കണക്ക് നിനക്ക് പറയാനുണ്ട്. ഒരുപാട് ഒറ്റപ്പെടലിന്റെ കണക്ക് നിനക്ക് പറയാനുണ്ട്. പക്ഷെ ആത്മാവിടെ ഇവിടെ ദിവസങ്ങളിൽ കടൽ കടന്നൊരു യാത്രയിലേക്ക്, ഒരു മാന്യതയിലേക്ക് ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കുമെന്ന്, ദൈവം നിനക്കാട്ട് വഴികളൊക്കെ, ചില മാനുഷിക വ്യക്തികളെ, ചില വ്യക്തി ജീവിത സഹായത്തിനായിട്ട് ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുമ്പോൾ ദൈവാത്മാവ് ശക്തമായിട്ട് ഇന്ന് രാത്രികാലം ഇടപെടുകയാണ്. ദൈവമക്കളെ, ദിവസങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഉറയ്ക്കാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായിട്ട് ശത്രു പല പ്ലാനുകളും പദ്ധതികളും ഒരുക്കുമെങ്കിലും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, അതിനപ്പുറമായിട്ട് എനിക്ക് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവസാന്നിധ്യമുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്റെ ദൈവം കടല് കടന്നു വരും. ഈ പ്രതികൂലങ്ങളെ കീറിമുറിച്ചുകൊണ്ട്, ഈ തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് എന്റെ യേശു കർത്താവ് എനിക്ക് വേണ്ടി കടന്നു വരും. ഒരിക്കൽ രാത്രിയുടെ യാമങ്ങളിൽ ഇട്ടുമാരിങ്ങനെ രാത്രി കടലിൽ കൂടെ സഞ്ചരിക്കുന്ന രാത്രിയുടെ 4-ാം യാമത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് കടലിൽ കൂടെ നടന്ന് അവരുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നുണ്ട് 4-ാം യാമം ആയതുകൊണ്ട് പത്രോസ് ഇങ്ങനെ പേടിച്ച്, ഒരുപക്ഷെ ഭൂതമായിരിക്കാം. നമുക്കറിയാം, കാലഘട്ടങ്ങളിൽ മീൻ പിടിക്കാൻ പോകുന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് ഇപ്രകാരമുള്ള ചില തെറ്റായ ചിന്തകളൊക്കെ ഉണ്ട്. ഭൂതം, പൈശാചിക ശക്തിയൊക്കെ വെളിപ്പെട്ട്, പക്ഷെ അവിടെ ഭൂതമല്ല, യേശു കർത്താവ് അവർക്ക് വേണ്ടി ഇന്ന് രാത്രികാലം കടലിൽ കൂടെ നടന്നു വന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാണ്. ഇരുളടഞ്ഞ മേഖലകളില്, തിരമാലകളും കാറ്റുകളും കോളുകളുമുള്ള മേഖലകളില് ഈ ദിവസങ്ങൾ എനിക്ക് നിനക്ക് വേണ്ടി കടല് കടന്ന് തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് ദൈവത്തിന്റെ കാര്യം ശക്തമായിട്ട് വെളിപ്പെടുമെന്ന് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ഓ, നിന്നെ ആരൊക്കെ മാറ്റി നിർത്തിയാലും, നിന്നെ ആരൊക്കെ ഒതുക്കി നിർത്തിയാലും, നിന്നെ ആരൊക്കെ ഹീനനെന്ന് പറഞ്ഞ് മറന്നു കളഞ്ഞാലും, ആരൊക്കെ നിന്നെ കണ്ണുനീരുള്ളവനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാലും ആത്മാവ് ഇടപെടുകിയ ദിവസങ്ങളിൽ ചില ശാപങ്ങളെ ദൈവം അനുഗ്രഹമാക്കി മാറ്റാൻ പോകും. ദൈവമക്കളുടെ ദിവസങ്ങളിൽ മറ്റുള്ളവർ ശപിക്കുമ്പോൾ നിങ്ങൾ വേദനിച്ചു പോകേണ്ട. ദൈവം ശപിക്കാത്തവനെ ആർക്ക് ശപിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള നമ്മൾ കാരണമില്ലാതെ ശപിക്കുമ്പോൾ, നിന്നാവാക്കൾ നമുക്ക് നേരെ പറഞ്ഞു വിടുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണമേ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ട് ഭാരപ്പെട്ടു പോകേണ്ട. ഒരിക്കൽ ദാവീദിനെ ശിമെയി ശപിച്ചല്ലേ, രക്തവാതക നീച പോപോ എന്ന് പറഞ്ഞുകൊണ്ട് പൂഴിയും കല്ലും വാരിത് ശപിക്കുമ്പോൾ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ശപിക്കാനായിട്ട് ദൈവം അവനെ ആക്കി. പക്ഷെ ആ ശാപമെല്ലാം ദൈവം തന്റെ ഭൃത്യന്, തന്റെ ദാസന് അനുഗ്രഹമായിട്ട് മാറ്റി. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ശത്രുതിന്മയ്ക്കായിട്ട് എന്തൊക്കെ പദ്ധതികൾ ഒരുക്കി വെച്ചാലും അതെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്ന ദൈവത്തെ ഞാനും നീയും ആരാധിക്കുന്ന ദിവസങ്ങളിൽ ദൈവമക്കളെ ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് കർത്താവിന്റെ പദ്ധതി? നമ്മളെ കുറിച്ച് എല്ലാം വ്യക്തമായ പദ്ധതികൾ ദൈവത്തിൽ. നമ്മളാരും നിസ്സാരക്കാർ, നമ്മളാരും ചെറിയവരല്ല. നിങ്ങളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് വ്യക്തമായ പ്ലാനുകളും പദ്ധതികളും എന്റെ കർത്താവിനുണ്ട്. അവൻ സാധാരണ ദൈവമല്ല, നമ്മളെ അറിയുന്ന ഒരു കർത്താവ്. ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് വലിയൊരു പ്രകാശം. ചേതാണ് പ്രകാശം? നമ്മുടെ ദേവദാസൻ പറഞ്ഞതുപോലെ തന്നെ ഏവരെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് കടന്നു വന്നു. ആ സത്യ വെളിച്ചം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആയിരുന്നു. അവൻ ഇരുള് മാറാൻ തുടങ്ങി. അവൻ കടന്നപ്പോ രോഗങ്ങൾ മാറാൻ തുടങ്ങി. അവൻ കടന്നപ്പോ മരണങ്ങൾ മാറാൻ തുടങ്ങി, കഷ്ടതകൾ മാറാൻ തുടങ്ങി. ചീഞ്ഞു കൊടുത്തത് പോലും ജീവനോടെ പുറത്തു വന്നു. അവൻ കടന്നു ചെന്ന് ഓരോ സ്ഥലങ്ങളിലും സൗരഭ്യ വാസന പകർത്തുവാൻ തുടങ്ങി. എന്റെ യേശു കർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഹല്ലേലൂയ വളരെ ശ്രുതി ഉണ്ടായിട്ട് വീടുകളിൽ പോലും ഇരിക്കുവാൻ കഴിവില്ലാത്തവണ്ണം ആളുകൾ ഓടിക്കൂടി. നമുക്കറിയാം, ഒരുപാട് അത്ഭുതങ്ങൾ തന്റെ അടുത്ത് ആരൊക്കെ കടന്നു വന്നു അവർക്കെല്ലാം കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്തു. അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ തമ്പുരാൻ മാറ്റിമറിച്ചു. ആരുമില്ലാത്തവർക്ക് വേണ്ടിയുള്ള ശക്തമായിട്ട് കർത്താവ് പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതികൂലമുണ്ട്? ഒരുപക്ഷെ രോഗമായിരിക്കാം, ഒരുപക്ഷെ കഷ്ടതയായിരിക്കാം, ഒരുപക്ഷെ കടഭാരമായിരിക്കാം, ഒരുപക്ഷെ മുന്നോട്ടുള്ള വഴികൾ അടഞ്ഞെന്ന് തോന്നുന്നു. ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവ് പറയുന്നു, ഈ 2 ഗോത്രങ്ങൾക്ക് വേണ്ടി ദൈവം യേശു കർത്താവിനെ പറഞ്ഞയച്ചെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവത്തിലൂടെ അയക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ കാര്യം ശക്തമായിട്ട് വെളിപ്പെടാൻ പോകുന്ന ആത്മാവിടെ ദിവസങ്ങളിൽ ചില അഭിഷക്തന്മാരെ കർത്താവ് ശക്തമായിട്ട് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ലാസറിനെ പോലെ കല്ലറയ്ക്കകത്ത് ഒതുക്കി വെച്ച്, കല്ലടച്ച് വെച്ച് ചിലരെ ഈ ദിവസങ്ങളിൽ തമ്പുരാൻ ശക്തമായിട്ട് പുറത്തിറക്കാൻ പോകും. ദൈവാത്മാവ് ഇടപെടുകയാണ്. ശുശ്രൂഷ തലങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ മാറ്റം വരുത്താൻ നമുക്ക്. ദൈവമക്കളുടെ ദിവസങ്ങളിൽ ദൈവം ആരാണെന്ന് ഒരു ഉറപ്പും ധൈര്യവും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരുവാനിടയാത്തരും. അവൻ ചിലയിടത്ത് കഷ്ടതയില്ല, അവനോടത്ത് വേദനയില്ല, അവനോടത്ത് മരണമില്ല. ഇതിന് നിൽക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ എന്റെ കർത്താവ് വേണ്ടി ഇറങ്ങുന്ന ദിവസങ്ങളിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരുവാൻ തക്കോണം ഇടയാ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാവ് വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് സംസാരിച്ചത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദാസിയുടെ മകൻ, ഒരു യജമാനത്തിലും 2 പേരും
ഒരുപോലെ ഉയർന്നു വന്നെങ്കിൽ ഹീനത കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇരുളടഞ്ഞ അവസ്ഥയിൽ കൂടെ അവരെ കടന്നുപോയെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അവരുടെ ജീവിതത്തിൽ നീതിയോടെ ന്യായത്തോടെ വെളിപ്പെടുവാനിടയായത് എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് എനിക്ക് ഹീനതയാണെങ്കിലും, ഇന്ന് എനിക്ക് കഷ്ടതയാണെങ്കിലും, ഇന്ന് വേദനയാണെങ്കിലും എന്റെ ജീവിതത്തിലെ ഹീനതകൾ മാറുന്നൊരു ദിവസമുണ്ട്, എന്റെ നിന്ദകൾ മാറുന്നൊരു ദിവസമുണ്ട്, എന്റെ സങ്കടങ്ങൾ മാറുന്നൊരു ദിവസമുണ്ടെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവമക്കളുടെ ദിവസങ്ങളിൽ നമ്മൾ വിശ്വസിച്ച തീർച്ചയായിട്ടും എന്റെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഒരു നിമിഷം നമുക്കൊന്ന് സമർപ്പിക്കാം. കത്തില് എന്റെ വേദനയുടെ കർത്താവിനെ തള്ളി പറഞ്ഞ അവസ്ഥ എന്റെ ജീവിതത്തിലും, എന്റെ ഒരു കുഞ്ഞ് മൂന്നാമത്തെ കുഞ്ഞ് ഉദരത്തിൽ വെച്ച് മരിച്ചുപോയ സമയത്ത് എന്റെ കർത്താവിനോട് പിണങ്ങി ഞാൻ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളുണ്ട് ദൈവമക്കളെ. പക്ഷെ അന്ന് രാത്രി എന്റെ കർത്താവിനോട് ചോദ്യം ചോദിച്ചു, ക്രിസ്തുവിന്റെ സ്നേഹത്തിനെ വേർപിരിച്ച് കളയുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ നഗ്നതയോ ആപത്തോ പട്ടിണിയോ വാളോ? ആ ഒരു വാക്യം കേട്ടപ്പോൾ എന്റെ കർത്താവിനെ സന്നിധി എഴുന്നിട്ട് ക്ഷമ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചൊരു വ്യക്തിയാണ്. എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട വേദന കൊണ്ട് ഏകദേശം 9 ദിവസത്തോളം കർത്താവിനോട് പ്രാർത്ഥിക്കാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അന്ന് രാത്രി കർത്താവിനോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇയ്യോബിനെ നീ നോക്ക്, ഒരു ദിവസം 10 ശവപ്പെട്ട് നിരന്നതുകൊണ്ട് 10 എന്നെ തള്ളി പറഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഒരുപാട് കഷ്ടത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും, ഒരുപാട് വേദന ഉണ്ടെങ്കിലും ഒരു കാര്യം ധൈര്യത്തോട് ഉറപ്പോടെ ഞാൻ പറയട്ടെ, കർത്താവിനൊന്ന് മുറുകെ പിടിക്കാൻ തയ്യാറായാലും ശത്രു തിന്മയ്ക്ക് ചെയ്തതെല്ലാം എന്റെ ദൈവം എനിക്ക് നിനക്ക് നന്മയ്ക്കായിട്ട് മാറ്റും. അവൻ എന്തൊക്കെ തിന്മയ്ക്ക് ചെയ്താലും അവൻ നന്മയ്ക്കായിട്ട് മാറ്റും. ഒരു നിമിഷം നമുക്കൊന്ന് സമർപ്പിക്കാൻ ദൈവമക്കളെ. കർത്താവ് എന്തൊക്കെ കഷ്ടത കടന്നു വന്നാലും, എന്തൊക്കെ വേദന കടന്നു വന്നാലും എന്റെ കർത്താവിനെ വിട്ട് മാറത്തുള്ള തീരുമാനം ഇന്ന് രാത്രി ഒന്ന് എടുക്കാമോ? തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ മാനിക്കും. കഷ്ടതയില്ലെന്ന് ഞാൻ പറയത്തില്ല, വേദനയില്ലെന്ന് പറയത്തില്ല. എന്ന് വന്നാലും തീയുടെ ബലത്തെ കെടുത്തി ഒന്നാമനായിട്ട് എന്റെ ദൈവം അവിടെ ഇറങ്ങി വരാൻ ഇടയായിട്ട് നമുക്കൊരു നിമിഷം സമർപ്പിക്കാം. ആമേ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവേ ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാം അന്ധകാരം സൂഴ്ന്നു കൊണ്ടാലും പാതെ കാട്ടെ നെസറുണ്ട് ഭയമേ ഇല്ലേ. പാർവൻ സേനെ തുടർന്ന് വന്ന് ചൂഴ്ന്നു കൊണ്ടാലും പാതുകാക്കെ കർത്തനുണ്ട് ഭയമേ ഇല്ലേ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. കടലിൻ മീതെ നടന്നിട്ടാവും അത്ഭുത പാദങ്ങൾ செல்வதால் எனக்கில்ல கவலை. ஆற்றின் கடலை மதத்திய உன் அற்புத வார்த்தைகள் എന്തും തുണയായി